ധർമ്മവും ധർമ്മം എന്ന നിലയിൽ യാതൊരു വ്യത്യാസവുമില്ല, രണ്ടിനും ഒരേപോലെ കാണേണ്ടതാണ്, ഒരേപോലെയാണ് ഞാൻ കാണുന്നത് എന്ന് ഗാന്ധി പറയുന്നു. അല്ലെങ്കിൽ ഐത്തം, ജാതി എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള ഹരിജൻ ഗാന്ധി എഴുതിയിട്ടുള്ള കുറിപ്പുകൾ വായിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ഇത്തരം കാര്യങ്ങളെ പറ്റി പല സന്ദർഭങ്ങളിൽ ഗാന്ധിജി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സനാതന ഹിന്ദു എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോട് നമുക്ക് തീർച്ചയായും യോജിക്കാം. പിന്നെ ഈ പറയുന്നതിനോട് പലതരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് വെക്കാനും സാധിക്കും. കാരണം എല്ലാവർക്കും ഇപ്പോ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ധർമ്മത്തെയും തോട്ടിയുടെ ധർമ്മത്തെയും ഒരുപോലെ കാണുമ്പോഴും അംബേദ്കറിസ്റ്റുകൾ ചോദിക്കുന്ന പലതരം ചോദ്യങ്ങളുണ്ട്. ഇപ്പോഴും കേരളത്തിലെ പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും അവർമാരെ പൂജാരിമാരെ എത്രത്തോളം പ്രവേശനം സാധ്യമാകുന്നു എന്നുള്ളതാണ്. എവിടെയൊക്കെ ആളുകളെ വെച്ചിട്ടുണ്ട് എന്നതും ചോദിച്ചാൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും അവർക്ക് പൂജാരിയാകാമെന്നുള്ളത് തത്വത്തിൽ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നും ഇപ്പോഴും അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ബ്രാഹ്മണ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളുടെ ജോലിയിലേക്ക് അല്ലാത്ത ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയുമ്പോൾ തോട്ടിയുടെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ എത്ര ബ്രാഹ്മണർക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊന്ന് തിരിച്ചാലോചിക്കാനുള്ള സാധ്യത പോലും ഇന്ത്യൻ സന്ദർഭത്തിൽ എത്രത്തോളമാണ് എന്നുള്ള ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ